ഹായ് ഗൈസ്, ഞാനിപ്പോ ഉള്ളത് തമിഴ്നാട് കോയമ്പത്തൂരുള്ള BSD കോളേജിന്റെ ലാബിന്റെ ഉള്ളിലാണ് കേട്ടോ. ജസ്റ്റ് ക്യാമ്പസ് കാര്യങ്ങളൊക്കെ വിസിറ്റിന് വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി മലയാളി സ്റ്റുഡന്റിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ്സും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്. അപ്പൊ ആള് ലാബിൽ വന്നപ്പോ ജസ്റ്റ് ആളുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചതാണ്. ഹലോ, ഹായ്, എന്താണ് പേര് വരുന്നത്? ആര്യപ്രഭ. ആര്യപ്രഭ എവിടെന്നാ വരുന്നത്? തൃശ്ശൂര്. തൃശ്ശൂർ എന്നാണ് സർ. ആര്യപ്രഭ തൃശ്ശൂർ എന്നാണ് നമുക്ക് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഏത് കോഴ്സാ പഠിക്കുന്നത്? ഞാൻ റേഡിയോളജി. BSc റേഡിയോളജി സ്റ്റുഡന്റ് ആണ്. ഏത് വർഷമാണ്? ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. സോ ആര്യപ്രഭ ഫസ്റ്റ് ഇയർ BSc MIT പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. എങ്ങനെയുണ്ട് ടോട്ടൽ കോളേജ് ഒക്കെ? എങ്ങനെയുണ്ട്? കോളേജ് ഒക്കെ ഓക്കെയാണ്, അടിപൊളിയാണ്. നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ മാത്രമാണോ അതോ മറ്റ് ആക്ടിവിറ്റീസും കൂടെ പാരലായിട്ട് കൊണ്ടുപോകുന്ന ക്യാമ്പസ് ആണോ? കുട്ടികൾക്ക് എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസ് ആണോ? ക്യാമ്പസ് ആണ്. ഇത് ഇപ്പൊ ഫസ്റ്റ് ഇയർ വന്നതല്ലേ ഉള്ളൂ. സോ നമ്മുടെ മലയാളി സ്റ്റുഡൻസ് വരുന്ന സമയത്ത് റാഗിംഗ് ഒക്കെ സേഫ്റ്റി ഒക്കെ കുറച്ച് കൂടുതൽ നോക്കുന്ന സ്റ്റുഡൻസ് പാരന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. സോ അങ്ങനെയുള്ള ഉള്ളവരുടെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? സേഫ് ആണോ? സേഫ് ആണ്. ഇവിടെ റാഗിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. സേഫ് ആണ്. 100% സേഫ് ആണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽ എങ്ങനെയാണ്? ഹോസ്റ്റലൊക്കെ ഓക്കെയാണ്. നമുക്ക് ബോയ്സിനും ഗേൾസിനും ഒരുമിച്ചാണോ അതോ സെപ്പറേറ്റ് ഹോസ്റ്റൽ? സോ ഗൈസ്, ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിത്ത് മെസ്സോട് കൂടി തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ സിലബസ് വൈസ് നോക്കുമ്പോൾ കേരളത്തെ വെച്ച് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണോ? സിലബസ് ഒക്കെ സിമിലർ ആണ്. പഠിക്കാനൊക്കെ എളുപ്പമാണോ? മീഡിയം ഏതാ? പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ഏതിലാണ്? ലാംഗ്വേജ് ഇംഗ്ലീഷും തമിഴിലും പഠിപ്പിക്കും. എക്സ്പ്ലനേഷൻസ് തമിഴിലും കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എനി ടൈം കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഫാക്കൽറ്റീസിനെ എനി ടൈം കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ മീഡിയം ഓഫ് ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷിലാണ്. എങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴിലും പിന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനി ടൈം അവർ നമ്മുടെ ഫാക്കൽറ്റീസ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ദെൻ ലൈബ്രറി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ടൈം അസൈൻ ചെയ്തിരിക്കുവാണോ? എങ്ങനെയാണ്? ടൈം ടേബിളില് ലൈബ്രറിക്ക് ഒരു പീരീഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ലൈബ്രറി കുട്ടികൾക്ക് കുറച്ചൊന്ന് സ്ട്രെസ് ഫ്രീ ആവാനൊക്കെ വേണ്ടിയിട്ട് മറ്റു ആക്ടിവിറ്റീസും പിന്നെ ലൈബ്രറീസ് ഒക്കെ അവൈലബിൾ ആണ്. അറ്റ് ലാസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ BSD കോളേജിനെ പറ്റി അറിഞ്ഞത്? എങ്ങനെയാണ്? ഞാൻ ഏജൻസി വഴിയാണ് അറിഞ്ഞത്. സോ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സും ഏജൻസി വഴി തന്നെയായിരുന്നു. സോ ഗൈസ്, കംപ്ലീറ്റ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറും ആള് കംപ്ലീറ്റ് ചെയ്തത് ഏജൻസി ത്രൂ തന്നെയാണ്. ഓക്കെ, ദെൻ 2025 അക്കാദമിക് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറെ സ്റ്റുഡൻസ് വളരെ അഫോർഡബിൾ ആയിട്ട്. ദെൻ BSD കോളേജ് എങ്ങനെയാ? ഫീസ് കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണോ? ഫീസ് ഒക്കെ ഓക്കെയാണ്, സേഫ് ആണ്. അതെ, സേഫ് ആണ്. സോ ആളുടെ എക്സ്പീരിയൻസിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഗൈസ്, 2025 അക്കാദമിക് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.